ഇത് അങ്ങനെ നമ്മൾ ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സമാധാനം, ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ സമാധാന കരാറിൽ ഏത് നിമിഷവും ഒപ്പിടുമെന്ന് ട്രംപ് പറയുന്നു. പക്ഷേ യാതൊരു കാരണവശാലും അതിനൊരു തീരുമാനമായിട്ടില്ല എന്ന നിലയിൽ ഇറാൻ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സമാധാന കരാർ ഇപ്പോൾ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ഈ മിഡിൽ ഈസ്റ്റിൽ. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അതൊരു ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനിടെ എനിക്ക് ചോദിക്കാനുള്ള, ഒരു പക്ഷേ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കരാർ കൊണ്ടുവന്ന് ഇറാൻ അതിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് എത്രത്തോളമായിരിക്കും അതൊരു ശാശ്വതമാകാൻ സാധ്യതയുള്ളത്? ട്രംപിൻ്റെ മാനസികാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, രേഷ്മ. ഇതിനു മുമ്പും പലതവണ ട്രംപ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ പോവുകയാണ്, അടുത്ത ആഴ്ച മുതൽ വരും, ഒരാഴ്ചയ്ക്കുള്ളിൽ യുദ്ധം തീരും, ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട്. 108ാമത്തെ ദിവസമാണ്. ഇത്രയുമായിട്ടും ട്രംപിന് ഇപ്പോഴും ഈ കരാറിൽ ഒരു കൃത്യമായ രൂപരേഖ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഒരു പ്രാഥമിക കരാർ ഉണ്ടാകുന്നു, 60 ദിവസത്തിന് ശേഷം ഈ കരാർ പൂർണ്ണമാകും. അതായത് ഈ 60 ദിവസം പിന്നെ വെടിനിർത്തലും ചർച്ചകളും ഒക്കെയാണ്. അപ്പോൾ ഈ 60 ദിവസത്തിനുള്ളിൽ അന്തിമ കരാർ വരുമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറഞ്ഞ ട്രംപ് ഇന്ന് പുലർച്ചെ 2 മണി, ഇന്ത്യൻ സമയം 2 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിലിട്ട ഒരു ഫോട്ടോയാണിത്. ഈ ഫോട്ടോ നോക്കുക. ഈ ഫോട്ടോയിൽ ഒരു 7 അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അമേരിക്കയുടെ ഒരു 3-4 പടക്കപ്പലുകളുണ്ട്. ആ പടക്കപ്പലുകളിൽ ഒന്നിൽ ട്രംപ് ഇങ്ങനെ നിന്നിട്ട് ബൈനോക്കുലർ വെച്ച് ഇറാനെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കമാൻഡർ ഇൻ ചീഫ് എന്നൊരു കുപ്പായമൊക്കെ ഇട്ടിട്ടുണ്ട് ട്രംപ്. എന്നിട്ട് പറയുന്നു, യു ആർ ഗെറ്റിംഗ് ഡിസ്കോംബുലേറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഇപ്പോഴും എൻ്റെ നിരീക്ഷണ വലയത്തിലാണ് എന്ന മട്ടിൽ ഒരു പ്രകോപനം തന്നെയാണ് ചിത്രം. അതായത് ഒരു വശത്ത് യുദ്ധം അവസാനിക്കുന്നു, യുദ്ധമില്ലാതാകുന്നു, അമേരിക്കയും ഇറാനും ഇനി ഏറ്റുമുട്ടില്ല, പശ്ചിമേഷ്യ ശാന്തമാകുന്നു, ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള പ്രചാരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ട്രംപ് ഒരു കാര്യവുമില്ലാതെ ഞാനൊരു വലിയ സംഭവമാണ്, നിങ്ങൾ എൻ്റെ നിരീക്ഷണ വലയത്തിലാണ് എന്ന് പറയുന്ന വിധത്തിൽ ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടൊരു ഫോട്ടോയിലാണ്. അതുപോലെ തന്നെ ഇന്നലെ ലെബനനിലേക്ക് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയെന്നാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു, അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോവുകയാണ്, ഇനി സമാധാനമാണെന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷവും ലെബനാനിലേക്ക് വലിയ ആക്രമണം ഉണ്ടാകുന്നു. അവിടുത്തെ 20ഓളം സിറ്റികളിലേക്ക് ഇറാൻ്റെ സൈന്യം നോട്ടീസ് നൽകിയിട്ട് ഇരച്ചു കയറുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണം, ഇത് ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോവാണ്, ഇവിടെ വലിയ യുദ്ധം വരാൻ പോവാണെന്ന് പറയാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ സമാധാനം നടക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഈ കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ട്രംപ് പറയുന്നത് ഞാൻ ഇന്ന് വൈകിട്ട് ഇത് ഒപ്പിടും, ഇതോടുകൂടി വെടിനിർത്തലാണ്, സമാധാനമാണ് എന്ന് പറഞ്ഞ് ട്രംപ് നൈസായിട്ട് തലയൂരും, എന്നിട്ട് ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള പണികൾ ഒപ്പിക്കും. പക്ഷേ ഇറാൻ ഇതിനോട് എത്രത്തോളം ആഭിമുഖ്യം പുലർത്തുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ തീവ്ര നിലപാടുള്ള ഈ പറയുന്ന മുജ്തബ ഖാംനെയുടെ ഭരണകൂടത്തിൽ തന്നെ IRGC കൂടുതലായി കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇറാൻ്റെ ഔദ്യോഗിക സേനയേക്കാൾ കൂടുതൽ അവിടെ IRGC ആണ് ഇപ്പോൾ കാര്യങ്ങൾ പലതും തീരുമാനിക്കുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി എടുക്കുന്ന നിലപാട് തന്നെ ആയിരിക്കില്ല ഒരുപക്ഷെ IRGC സ്വീകരിക്കുക. IRGC സ്വീകരിക്കുന്ന നിലപാടുകളോടായിരിക്കും ഒരുപക്ഷെ മുസ്തഫ ഖാംനെയ്ക്ക് ആഭിമുഖ്യം കൂടുതൽ. പല വിഷയങ്ങളിലോട് ആശയക്കുഴപ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രംപ് എടുക്കുന്ന നിലപാട് അതേപടി അംഗീകരിക്കാൻ ഇറാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ട്രംപ് ഒരുപാട് ഇരട്ടത്താപ്പ് ചെയ്യുന്നുണ്ട്, വഞ്ചന ചെയ്യുന്നുണ്ട്, ചതി ചെയ്യുന്നുണ്ട്. അത് ഏറ്റുവാങ്ങിയൊരു രാജ്യമാണ് ഇറാൻ. അത് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആണവ കരാറിൽ ഒപ്പിടാം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആണവ വിഷയത്തിൽ അതൊരു പക്ഷേ ഇപ്പൊ വീണ്ടും ഈ ഒരു കരാറിൽ ഒപ്പുവെക്കും എന്ന് പറയുമ്പോൾ ആ ഒരു രീതി വീണ്ടും നടക്കും. ചതിയുടെ സ്മെല്ലുണ്ട് ഇതിന്. കാര്യം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക തന്നെ പറയുന്നത്, അവിടുത്തെ സ്റ്റേറ്റ് മീഡിയ പോലും പറഞ്ഞിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അവിടുത്തെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇനിയും യുദ്ധം ചെയ്യുന്നത് ഈ അമേരിക്കയ്ക്ക് ഗുണകരമാകില്ല. കാരണം എത്ര കാലമായി തുടർച്ചയായി യുദ്ധം ചെയ്യാണ്. അത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് വലിയ അപകടമാണ്. ലക്ഷക്കണക്കിന് ഡോളർ ചെലവ് വരുന്ന കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ അമേരിക്ക യുദ്ധം നിർത്തിവെച്ചിട്ട് കുറേ കാലം, ഒരു 2 മാസം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഇറാനെ ശക്തമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടൊരു ചതിയുടെ നീക്കമായിരിക്കാം. പണ്ട് ആയത്തുള്ള അലി ഖാംനെയെ കൊലപ്പെടുത്തുന്നതും ഇതുപോലൊരു ചതിയിലൂടെയായിരുന്നു. ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇനി യുദ്ധമുണ്ടാകില്ല, ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കരുതിയപ്പോൾ ഇറാൻ അതിന് സന്നദ്ധമായിരുന്ന അതേ സമയത്താണ് വലിയൊരു ആക്രമണം അമേരിക്ക അഴിച്ചുവിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചതിക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇറാൻ പറയുന്നത് തീയതിയും സമയവും ഒന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ട്രംപ് പറയുന്നു ഇന്ന് വൈകിട്ട് ഒപ്പിടും, അവർ പറയുന്നു, ഇറാൻ പറയുന്നു തീയതി സമയമൊന്നും. അപ്പോൾ തന്നെ പ്രാഥമികമായി തന്നെ അതിൽ വലിയൊരു ഡിസ്പ്യൂട്ടുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് കരാറിൽ ഉള്ളത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും
വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു കരാറിൽ ഒപ്പിടണമെങ്കിൽ അത് പരിപൂർണമായി ഇറാന് ഫേവറബിളായ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യൂ. അതായത് മുഴുവൻ എന്നുള്ളതല്ല, പക്ഷേ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ, അതായത് ഹോർമുസ് കടലിടുക്ക് അവരുടെ നിയന്ത്രണത്തിൽ വരണം, ഇതുവരെ ഉണ്ടായ നഷ്ടപരിഹാരം നൽകണം, ഇനി ഇറാൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറരുത്, ഉപരോധം ഒരിക്കലും ഇനി ഇറാൻ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങൾ ഇറാന് നിലനിൽക്കാനും വളരാനും ആവശ്യമാണ്. അപ്പോൾ അത് സമ്മതിക്കാതെ ഒരിക്കലും ഇറാൻ കരാറിൽ ഒപ്പുവെക്കില്ല, അല്ലെങ്കിൽ ഒപ്പുവെച്ചാൽ തന്നെ അത് പാലിക്കില്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്കുള്ള ഒറ്റ ഒരു ആവശ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കണം, അവിടെ നിന്ന് തലയൂരണം, അത് കഴിഞ്ഞിട്ട് ഹോർമൂസ് എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു കൊടുക്കണം. അത്രയും ചെയ്താൽ അമേരിക്കയുടെ ബാധ്യത ഒഴിഞ്ഞു. കാരണം അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇത്രയെങ്കിലും ചെയ്ത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദവും ലോകത്തിൻ്റെ സമ്മർദ്ദവും ഒക്കെ ഒഴിവാക്കി സ്വന്തം രാജ്യത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപിനൊന്ന് മുന്നേറണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തട്ടിക്കൂട്ടിയാണെങ്കിലും ഈ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരിക്കലും ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അമേരിക്കയോ ട്രംപോ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ അതേസമയം അമേരിക്കയ്ക്കാണ് മേൽക്കൈ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇമാതിരി പ്രകോപനവും ഈ ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുന്നത്. ആ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇത് കാണുമ്പോൾ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം. ഇറാനെ ഇപ്പോഴും നിരീക്ഷിക്കുന്ന ട്രംപ്, ഇറാനിലേക്ക് പോർവിമാനങ്ങൾ പറത്തിവിടുന്ന ട്രംപ്, പടക്കപ്പലുകൾ ഇപ്പോഴും ഇറാൻ്റെ തീരത്ത് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചിത്രം പുറത്തുവിടുന്ന ട്രംപ്, അദ്ദേഹത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ തന്നെയാണ് ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് അമേരിക്കയോട് ചായ്വ് കാണിക്കുന്നു ഇറാനിലെ ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് മഷാദ് എന്ന് പറയുന്ന ഇറാനിലെ ഒരു നഗരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനിയൻ ജനത എന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി ഖാംനെയി എന്ന അവരുടെ പരമോന്നത നേതാവ് ഉയർത്തിപ്പിടിച്ച രാജ്യത്തിൻ്റെ ആത്മാഭിമാനവും പരമാധികാരവും ഏതറ്റം വരെയും പോയി സംരക്ഷിക്കുക എന്ന ആ ഒരു ആത്മവിശ്വാസവുമായി ഇറങ്ങിയിട്ടുള്ള ജനതയാണ് ഇറാനിലെ ബഹുഭൂരിപക്ഷം ജനതയും. രക്തസാക്ഷികളായാലും വേണ്ടില്ല, അമേരിക്കയുമായി ഒരു ഒത്തുതീർപ്പിന് പോകരുത് എന്നുള്ളതാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ ഈ ഇറാൻ ഒപ്പുവയ്ക്കാൻ പോകുന്ന കരാറ് ഇറാൻ അനുകൂലമാണോ പ്രതികൂലമാണോ അതോ ഇറാൻ മുട്ടുകുത്തിയതാണോ എന്നത് സംബന്ധിച്ച് ലോകത്തിന് മൊത്തം ഒരാശയക്കുഴപ്പമുണ്ട്. ഇത് ശരിക്കും അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള കരാറാണോ അതോ ഇറാൻ പറഞ്ഞതനുസരിച്ച് തയ്യാറാക്കിയ കരാറാണോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ആരും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിലെ ജനതയ്ക്ക് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ പല നഗരങ്ങളിലും കാര്യമായ പ്രതിഷേധങ്ങൾ, പ്ലക്കാർഡുകൾ ഉയർത്തി ജനങ്ങൾ വലിയ പ്രതിഷേധത്തിനാണ്. കാരണം തങ്ങളുടെ പരമോന്നത നേതാവിനെ വധിച്ച് ആ രാജ്യത്ത് ഇത്രയും വലിയ കുഴപ്പങ്ങളുണ്ടാക്കി ഇപ്പോഴും ആ രാജ്യത്തെ ഉപരോധങ്ങളിലേക്ക് തള്ളിവിട്ട് ആ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കരാറിൽ എന്തിന് ഒപ്പുവെക്കണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് ഒരു പക്ഷേ ഇറാൻ ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദമായി വരാനും പരിപൂർണമായി ഇറാന് അനുകൂലമായിട്ടല്ല ട്രംപ് നിലപാടെടുക്കുന്നതെങ്കിൽ ഇത് പൊളിയാനുമുള്ള സാധ്യതയുണ്ട്. ഇത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സമാധാന കരാർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ സമാധാന കരാർ കൊണ്ടുവരുമെന്ന് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇതിനിടയിൽ നമുക്കറിയാം ഈ ഫെബ്രുവരി 28 ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം അമേരിക്കയ്ക്കുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് ചെറുതല്ല. സൈനികപരമായിട്ട് അവർ വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകുന്നു, അവരുടെ സാമ്പത്തികം നഷ്ടപ്പെടുന്നു, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. ഇതിനിടയിൽ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് കരുതുന്നത്. ഇതിനിടയിൽ ഈ കരാറിൽ ഒപ്പുവെക്കുന്നതിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു ചിത്രം പുറത്തിറക്കുന്നതിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇസ്രായേലിന് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലൊരു പങ്ക് കാണാൻ സാധ്യതയുണ്ടോ? അല്ല, ഇസ്രായേലിനെ പൂർണ്ണമായും പണക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇറാന് മുന്നിൽ നമ്മൾ തോറ്റതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാണ് എന്ന മട്ടിലേക്ക് ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു വശത്ത് ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ലോകത്തിനും മുന്നിൽ മൊത്തം ഇത് ഞങ്ങൾ പരാജയപ്പെട്ടതല്ല, ഞങ്ങളുടെ തോൽവിയല്ല, മറിച്ച് ഞങ്ങൾ ഇറാനെ നിരന്തരമായി നിരീക്ഷിക്കുകയും ഇറാനെ സമ്മർദ്ദത്തിൽ ചെലുത്തുകയും ചെയ്തതുകൊണ്ട് ഇറാൻ സ്വയം ഈ കരാറിലേക്ക് വന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്രമായ ശ്രമം ട്രംപ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇമാതിരി പ്രകോപനപരമായ ചിത്രങ്ങളൊക്കെ പുറത്തുവിടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രകോപനങ്ങൾ ഇറാൻ ഇനി അംഗീകരിക്കില്ല. കാരണം ഇറാനെ സംബന്ധിച്ച് ഇപ്പോഴൊരു വെടിനിർത്തലിന് ഇറാൻ മുന്നിട്ടിറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇറാൻ്റെ ഉപരോധങ്ങൾ നീക്കും, ഹോർമുസിൽ നിയന്ത്രണങ്ങൾ ലഭിക്കും, അതുപോലെ ഇറാന് സാമ്പത്തിക ശക്തിയായി ഉയരാൻ സാധിക്കും തുടങ്ങിയ ഒരുപാട് ഓഫറുകൾ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളുമായി ചർച്ച ചെയ്തതിന് ശേഷം മുന്നോട്ട് വെച്ചതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഇറാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി സമ്മർദ്ദങ്ങൾ, അതുപോലെ തന്നെ യുദ്ധത്തിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് സാമ്പത്തികമായി ഉയരാൻ കഴിയുന്ന ഒരു സാഹചര്യം, അതും
തല കുനിക്കാതെ തല ഉയർത്തിക്കൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഇറാൻ ഇതൊക്കെ അംഗീകരിക്കുന്നത്. പക്ഷേ ഒരു വശത്ത് ട്രംപ് ഇതൊക്കെയാണ് കരാറെന്ന് പറയുകയും മറുവശത്ത് ഏത് നിമിഷവും അറ്റാക്ക് ചെയ്യാൻ ഞങ്ങൾ പര്യാപ്തരാണ്, നിങ്ങൾ ഏത് നിമിഷവും ആക്രമിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് ലോകത്തിന് സന്ദേശം നൽകുകയും ലോകത്തിന് മുന്നിൽ ഇറാനെ ഇപ്പോഴും അമേരിക്കയുടെ സർവൈലൻസിലുള്ള ഒരു മേഖലയാക്കി, അല്ലെങ്കിൽ ഏത് നിമിഷവും ഇറാനെ അടിക്കും എന്നൊരു സൂചന ലോകത്തിന് കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ അത് വലിയ പ്രകോപനമാണ്. ഒപ്പം ഇസ്രായേലിന് ഒരു റൊട്ടി കഷ്ണമാവോ? അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഇസ്രായേൽ ഇത് പരമാവധി ഇപ്പോൾ വെടിനിർത്തൽ കരാറ് ഇന്ന് ഒപ്പുവെച്ചാലും നാളെ ഇസ്രായേൽ ഇത് പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നാളെ ഇസ്രായേൽ എപ്പോഴാണോ കരാർ ഒപ്പുവെക്കുന്നത് അതിൻ്റെ പിറ്റേന്ന് 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ഭീകരമായ പ്രകോപനം ഇറാന് നേരെ ഉണ്ടാക്കും. അത് ഒരുപക്ഷെ ഇറാനിലേക്ക് നേരിട്ടായിരിക്കും ആക്രമണം, അല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ഏതെങ്കിലും കപ്പലുകളോ അല്ലെങ്കിൽ ഇറാൻ്റെ ഏതെങ്കിലും മറ്റേതെങ്കിലും അസറ്റുകളോ ആയിരിക്കാം, അല്ലെങ്കിൽ ലെബനനിലേക്ക് ഭീകരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ കടുത്ത അതൃപ്തിയാണ്. ഇപ്പം നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കട്ടക്കലിപ്പിലാണ് നെതന്യാഹു എന്ന് പറയാം. നെതന്യാഹുവിനെ ചർച്ചകളിലേക്ക് അടുപ്പിക്കുന്നില്ല, നെതന്യാഹുവുമായി കൂടിയാലോചന നടത്തുന്നില്ല, ഫോൺ വിളിച്ച് ചീത്ത വിളിക്കുന്നു, അത് ലോകം മുഴുവൻ പ്രചരിക്കുന്നു. നെതന്യാഹുവും ഇസ്രായേലും ഭീരുക്കളാണ് എന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ലോകം മുഴുവൻ അങ്ങനെ പറയുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പവറുമില്ല അമേരിക്കയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു തുല്യശക്തിയല്ല, മറിച്ച് അമേരിക്കയ്ക്ക് കീഴിൽ കിടക്കുന്ന ഒരു അഭയാർത്ഥികളെ പോലെയാണ് ഇസ്രായേൽ എന്ന ഒരു നെറേറ്റീവ് ലോകം മുഴുവൻ പടരുന്നു. അപ്പോൾ ഇസ്രായേലിന് ഇപ്പോൾ തന്നെ വലിയ തോതിൽ തിരിച്ചടി അമേരിക്കയുടെ ഒപ്പം നിന്നതിന് കിട്ടിയിട്ടുണ്ട്. അമേരിക്കയ്ക്കൊപ്പം നിന്നതിനല്ല, അമേരിക്ക ആ രീതിയിലാണ് ഇസ്രായേലിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇറാനുമായൊരു സൗഹൃദം അമേരിക്ക സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ ഇറാനുമായൊരു സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നാൽ ഇത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. അത് ഇസ്രായേൽ വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കും. നോക്കുക, ഈ യുദ്ധ ചരിത്രങ്ങൾ, ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധമായാലും ഗസ യുദ്ധമായാലും ലെബനനിലേക്കുള്ള യുദ്ധമായാലും ഇറാനിലേക്കുള്ള യുദ്ധമായാലും ഈ യുദ്ധ സമയങ്ങളിലൊക്കെ വെടിനിർത്തൽ കരാറുകൾ പല തവണയായിട്ട് വന്നിട്ടുണ്ട്. ഈ വെടിനിർത്തൽ കരാറുകളൊക്കെ തകർത്ത് കളഞ്ഞിട്ടുള്ളത് ഇസ്രായേലാണ്. ഇവരാണ് തുടക്കം മുതലേ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങൾക്ക് ഭീഷണിയാണ്, അല്ലെങ്കിൽ അപ്പുറത്ത് കുറേ ആളുകൾ കൂടി നിൽക്കുന്നു അത് ഞങ്ങൾക്ക് ഭീഷണിയാണ്, അല്ലെങ്കിൽ ഇപ്പുറത്ത് അവിടെ നടന്നു പോകുന്ന ആളുകൾ ഹമാസിൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ ലെബനാനിൽ അതിർത്തിയിൽ വന്ന് കൃഷി ചെയ്യുന്നവർ അവർ വേഷം മാറി വന്ന ഹിസ്ബുള്ളക്കാരാണ് എന്നൊക്കെ എന്തെങ്കിലും കാരണം മതി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഏകപക്ഷീയമായി ആക്രമണങ്ങൾ വെടിനിർത്തൽ നിലനിൽക്കുന്ന സമയത്ത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇസ്രായേലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഇസ്രായേലിൻ്റെ ഒരു നിർണായകമായ ഇടപെടൽ പ്രതീക്ഷിക്കാം. ഈ യുദ്ധം വെടിനിർത്തൽ അവസാനിപ്പിക്കുന്ന വിധത്തിൽ, ഈ സാഹചര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ, ഒരു യുദ്ധം പുനരാരംഭിക്കുന്ന വിധത്തിലൊക്കെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു നീക്കം ഉണ്ടാകാം. പ്രത്യേകിച്ച് ലെബനനിലേക്കൊക്കെ ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും നിർണായകമായ ഒരു ആവശ്യമെന്ന് പറയുന്നത് ലെബനനിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശരി അതുണ്ടാകില്ല എന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല. ഇസ്രായേൽ ഇന്നലെയും ലെബനനിലേക്ക് ആക്രമണം നടത്തി 5 പേരെ കൊലപ്പെടുത്തി 20ഓളം നഗരങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇത് തടയാൻ ട്രംപിനും കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് ട്രംപ് മുങ്ങുമ്പോൾ ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കും. പിന്നെ അത് വീണ്ടും കറങ്ങി തിരിച്ച് ട്രംപ് ഇസ്രായേലിനെ സഹായിക്കുന്നു, ഇറാൻ ഇടപെടുന്നു. എന്നിനിയിപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒപ്പിടുമെന്ന്. അപ്പോൾ ലെബനാനിലേക്ക് കഴിഞ്ഞ ദിവസം ഈ ഒരു ആക്രമണം നടന്ന സ്ഥിതിക്ക് എന്തായാലും IRGC ഒരു തിരിച്ചടിക്കുള്ള ഒരു രീതി ഒരുക്കുമല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ ട്രംപ് പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറുണ്ടായി, ഇസ്രായേൽ അതിൻ്റെ ഭാഗമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേലിന് വേണമെങ്കിൽ ലെബനനെ ആക്രമിക്കാം. അപ്പോൾ ഇറാൻ എന്ത് ചെയ്യും? ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും. അതാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയാൽ, ഇറാൻ ആക്രമണം നടത്തിയാൽ നെതന്യാഹു കരഞ്ഞു നിലവിളിച്ച് ട്രംപിൻ്റെ അടുത്തെത്തും. ഈ പിന്നോട്ട് പോയ ട്രംപ് അത് ആ വിഷയം പരിഹരിച്ചു. ഹോർമസിലെ പ്രശ്നമൊക്കെ ഞാൻ ഇടപെട്ട് പരിഹരിച്ചു. പക്ഷേ ഇപ്പോൾ ഇസ്രായേലിനെ എനിക്ക് സഹായിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും യുദ്ധത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളാണ് ട്രംപ് എന്നുള്ളത് കൊണ്ട് ഇത് എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണുക എന്ന് പറയാൻ കഴിയൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തീരില്ല. ഒപ്പിട്ടാലും ഇല്ലെങ്കിലും, ഒപ്പിടുക എന്നുള്ളത് സാങ്കേതികമാണ്, പക്ഷേ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും ഇതിവിടെ കൊണ്ട് തീരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.